യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു, കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു, കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു, കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു, കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ ഇഷ്ടം, അതാണ് നമ്മുടെ ചിന്താ വിഷയം. നാം ചിന്തിച്ചുകൊണ്ടുവന്ന വിഷയം അതാണ്, ദൈവ ഇഷ്ടം. ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നമ്മൾ വിശുദ്ധരായി തീരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. രണ്ട്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ദൈവേഷ്ടം എപ്പോഴും സന്തോഷിക്കുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സകല മനുഷ്യൻ അറിയട്ടെ, കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയും ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. എപ്പോഴും സന്തോഷിക്കാം. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. വിശ്വാസം ഉറപ്പോടുകൂടിയാണെങ്കിൽ ഏതെല്ലാം ആകുലങ്ങൾ വന്നാലും നമ്മൾ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കും. തീർച്ചയായിട്ടും ആവലാധികളും ആകുലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് സ്വാഭാവികമായും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടും, പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. എല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എന്നാൽ ഓർക്കുക, എപ്പോഴും സന്തോഷിക്കാനാണ് കർത്താവ് പറയുന്നത്. എപ്പോഴും സന്തോഷിക്കുക. ചില അവസരങ്ങളിൽ മനസ്സിൽ ചില വേദന വിഷയങ്ങൾ വരുമ്പോൾ ഓർക്കും, കർത്താവ് എപ്പോഴും സന്തോഷിക്കാനാണല്ലോ പറഞ്ഞത്, തൻ്റെ വചനം അങ്ങനെയാണല്ലോ, പിന്നെ എൻ്റെ ഉള്ള് മ്ലാനമാകുന്നത് എന്താണ്, എൻ്റെ ഉള്ള് വാടുന്നത് എന്താണ്? ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ മുഖം വാടാറുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, മറ്റുള്ളവർക്കല്ലേ അറിയാവൂ. പക്ഷേ ചിലപ്പോൾ എൻ്റെ ഉള്ള് വാടാറുണ്ട്, മനസ്സ് വാടാറുണ്ട്, മനസ്സ് മ്ലാനമാകാറുണ്ട്. ഇപ്പോൾ ദൈവം കൃപ ചെയ്ത് മനസ്സ് മ്ലാനമാകുന്നത്
ആത്മീയ വേലയെക്കുറിച്ചാണ്. വേലക്കാരെക്കുറിച്ച്. പണ്ടൊക്കെ അങ്ങനെയല്ല. കുടുംബകാര്യങ്ങൾ, കുടുംബത്തിലെ അനേകം വിഷയങ്ങൾ, അനേകം പ്രശ്നങ്ങൾ, ജോലിയിലെ ചില പ്രതിസന്ധികൾ, ജോലി സ്ഥലത്തെ ചില പ്രയാസങ്ങൾ, ഇതൊക്കെയായിരുന്നു പണ്ട്. അന്നും ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെട്ടിരുന്നു, ക്രിസ്തുവിൽ ആശ്രയിച്ചിരുന്നു, ക്രിസ്തുവിനെ മുറുകെ പിടിച്ചിരുന്നു, ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയിരുന്നു. അതുകൊണ്ട് എനിക്ക് വാട്ടം വന്നില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ വാട്ടം അപ്പോഴപ്പോൾ കർത്താവ് മാറ്റിക്കൊണ്ടിരുന്നു. ഇപ്പോഴും ചില അവസരങ്ങളിൽ കൂട്ടായ്മയെക്കുറിച്ചും ദൈവമക്കളെക്കുറിച്ചും എല്ലാം ചില ഭാരങ്ങൾ, ചില വേദന വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയാൻ പാടില്ലല്ലോ, ഉള്ളതല്ലേ. പക്ഷേ അപ്പോഴെല്ലാം ഈ കർത്താവ് ഒരു ഉറപ്പ് തരുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അപ്പോഴാണ് പുതിയ പ്രശ്നം. നീതിമാനായിട്ട് നിൽക്കണമല്ലോ. നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഞാനൊരു നീതിമാനായിട്ട് നിൽക്കണമല്ലോ. എൻ്റെ പക്ഷത്ത് അകൃത്യമൊന്നും ഇല്ലാതെ നിൽക്കണമല്ലോ. എൻ്റെ പക്ഷത്ത് തെറ്റൊന്നും ഇല്ലാതെ നിൽക്കണമല്ലോ. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് എന്തൊക്കെയാണ് നീതിമാനാകുന്നതിന് തടസ്സമായിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിൽ മനുഷ്യരാരും പക്ഷേ കാണുന്നില്ലെങ്കിൽ പോലും സ്വർഗത്തിലെ ദൈവം കാണുന്ന എൻ്റെ രഹസ്യ ജീവിതത്തിൽ എവിടെയെങ്കിലും പിശാചിന് പഴുതുകളുണ്ടോ? അങ്ങനെ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുന്നു. പിശാചിന് പഴുതുകളുണ്ടോ? ദുഷ്ടപിശാച് കയറി വരുന്ന ഏതെങ്കിലും രംഗങ്ങളുണ്ടോ? ഭീകരനായ പിശാച് എന്നെ ആക്രമിച്ച് വീഴിക്കാൻ, എൻ്റെ വിരുദ് തെറ്റിക്കാൻ, എൻ്റെ ലക്ഷ്യത്തിൽ നിന്നെ വ്യതിചലിപ്പിക്കാൻ, എന്നെ തകർത്ത് കളയുവാൻ ഏതെങ്കിലും പഴുതുകളുണ്ടോ കർത്താവേ? പരിശോധിക്കുന്നു. അങ്ങനെ ദിനം പ്രതി എന്നോണം എന്നെ തന്നെ ശോധന ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടുന്നത്. എൻ്റെ കർത്താവെ എന്ന് ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് ഓടി വരുന്നത്. എൻ്റെ അപ്പ എന്ന് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ തിരുസാന്നിധ്യം എനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ യേശുവേ എന്ന് ഞാൻ വിളിക്കുമ്പോഴേക്കും കർത്താവിൻ്റെ തിരുസാന്നിധ്യം കർത്താവ് തരുന്നത്. എപ്പോഴും സന്തോഷിപ്പീൻ പ്രിയപ്പെട്ടവരെ. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിഷാദങ്ങൾ എന്തെല്ലാമെന്ന് നിങ്ങൾ ഒന്ന് ഓർക്കൂ. എപ്പോഴും സന്തോഷിക്കുന്ന തടസ്സമായി എന്തെല്ലാമാണ് ഉള്ളതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും എന്തെല്ലാമാണെന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ ക്ലേശങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായ അനേകം ഭാരവിഷയങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഓർത്ത് നോക്കൂ. ഇതെല്ലാം നിങ്ങൾ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരണം. യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരണം. കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ഇതെല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അങ്ങ് വയ്ക്കണം. എല്ലാം എണ്ണി വയ്ക്കണം. എണ്ണി നിങ്ങൾ വിശ്വസിക്കൂ, എല്ലാം ഏറ്റെടുക്കാൻ ക്രിസ്തു ഉണ്ട്. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ക്രിസ്തു ഉണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ക്രിസ്തു ഉണ്ട്. നിങ്ങളുടെ മനോവിഷാദങ്ങൾ മാറ്റാൻ ക്രിസ്തു ഉണ്ട്. വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ് ക്രിസ്തു. നിങ്ങൾ വിശ്വസിക്കൂ, വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ്. ഓരോന്ന് നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വിശ്വാസത്തോടെ സമർപ്പിക്കുമ്പോൾ ഓരോന്നും ക്രിസ്തു ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവമാകും. നിങ്ങൾ ഭാരപ്പെടണ്ട, ആകുല മനസ്കരാകണ്ട, നിങ്ങൾ ആവലാതി കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. എല്ലാം ഏറ്റെടുക്കുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഈ ഭാരവിഷയങ്ങളെല്ലാം കൂടെ ഏൽപ്പിക്കുക. എല്ലാം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പത്രോസിന്റെ ലേഖനം 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. എന്തെല്ലാം ചിന്താകുലുണ്ട്, എല്ലാം അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം.
കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം. അങ്ങോട്ട് എഴുതി കൊടുക്കാനാണ് പറയുന്നത് എല്ലാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിക്കലും തികഞ്ഞവനാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്ന യേശുവിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭാരപ്പെടുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയുന്നത് ഞാൻ തികഞ്ഞവനായിട്ടല്ല കേട്ടോ, ഒട്ടുമല്ല. പക്ഷെ എന്തുകൊണ്ടോ കർത്താവ് എൻ്റെ ഭാരങ്ങളും എൻ്റെ പ്രാരബ്ധങ്ങളും എൻ്റെ മനോവിഷാദങ്ങളും എല്ലാം ഏറ്റെടുക്കുന്നത് എനിക്ക് അനുഭവമാണ്. സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷം, ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷം അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം തകർന്നു പോകും. ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കൂ. നമുക്ക് അറിയാവുന്ന വാക്യമാണ്, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം മുതൽ. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ഒരുപടി കഷ്ടപ്പെട്ട മനുഷ്യനാണ്. ഹബക്കൂക്കിന് ഒരുപടി ദുരിതങ്ങൾ വന്നു, ആഹാരത്തിന് വിഷമം വന്നു, ഭാരങ്ങളും പ്രയാസങ്ങളും ഒട്ടേറെ അനുഭവിച്ചു. അത്തിവൃക്ഷം കൃഷി ചെയ്ത് ഉപജീവനം കഴിക്കാമെന്ന് വിചാരിച്ചു, അത്തിപ്പഴം വിറ്റ് ജീവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത്തിവൃക്ഷം തളർക്കുന്നില്ല. പ്രവാചകന്റെ അത്തിവൃക്ഷം മാത്രം തളർക്കുന്നില്ല. നീ എന്താ വേണ്ടത്? മുന്തിരിവള്ളി കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, മുന്തിരിക്ക കായ്ക്കില്ല. നല്ലപോലെ മുന്തിരി പടർന്ന് വന്നിരിക്കും, പക്ഷേ മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. എന്നാൽ ഒലിവ് മര കൃഷി ചെയ്യാം, ഒലിവെണ്ണ വിറ്റ് ജീവിക്കാം. ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, ഒട്ടും ഫലപ്പെടാതെ പോകും. ഈ ഒരു കാര്യം ചെയ്യാം, നിലങ്ങൾ കുറേ ഗോതമ്പ് കൃഷി ചെയ്യാം. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. കുറേ ആടുകൾ വളർത്താം, ആടുകളെ വളർത്തി ജീവിക്കാം. ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകും. പശുക്കൾ വളർത്താം, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. തൊട്ടതെല്ലാം അബദ്ധമാണ്, എല്ലാം അപകടമാണ്. ഒരിടത്തും ജയമില്ല, ഒരിടത്തും ജീവിക്കാനുള്ള മാർഗം കിട്ടുന്നില്ല. അപ്പോൾ പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. എനിക്ക് ഒരു കൂസലുമില്ലെന്ന്, എല്ലാം ആണെങ്കിലും എനിക്കൊരു കൂസലുമില്ല. അതെന്താണ് കാരണം? എന്താണ് ആ ഉറപ്പ് കിട്ടാൻ കാരണം? എന്താണ്? 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടിവെക്കും. യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്താ പറയേണ്ടത്? അത് എന്താണ് ഇതിന്റെ പരിഹാരം എന്ന് അറിയാൻ ദൈവസന്നിധിയിൽ ചെന്ന് ഞാനിങ്ങനെ ആവലാതി കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അതിന്റെ അവസാനത്തിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. സ്തോത്രം, താമസിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, യെശയ്യാപ്രവചന പുസ്തകം 58-ാം അധ്യായം അവസാനത്തെ 2 വാക്യം വായിക്കാം. കർത്താവ് പറയുന്നത്, പേടമാൻ കാൽ പോലെയാക്കുന്നു, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് കിട്ടാൻ പോവുകയാണ്. ഒരവധി വെച്ചിട്ടുണ്ട്. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. സ്തോത്രം.
നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ വ്യർത്ഥ സംസാരമൊന്നും വരരുത്, അങ്ങനെ കാലം പോക്കരുത്. അങ്ങനെ വ്യർത്ഥ സംസാരത്തിന് ഇടം കൊടുക്കാതെ നീ ജീവിക്കുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും, നീ ദൈവത്തിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതികളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതികളിൽ മേൽ വാഹനമേറ്റി ഓടുമാറാക്കും. നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് ഞാൻ നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉന്നതികളിൽ മേൽ നടകൊള്ളുമാറാക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ഇതിനെ സത്യമാണ്. അത് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ കാണുന്നില്ലേ? അനേകം പേര് വലഞ്ഞ് ജീവിച്ചവര്, വിഷമിച്ച് ജീവിച്ചവര് ഇന്ന് കരേറി പോകുന്നില്ലേ? അല്ല, നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങൾ അനേകം പേര് ഒരു കാലത്ത് നിങ്ങൾ യാതനയേറ്റ് പടയുകയും ദുരിതമേറ്റ് വലയുകയും ചെയ്തവര്, എന്നാൽ നിങ്ങൾക്ക് ഒരു അഭ്യുന്നതി ലഭിച്ചില്ലേ? ഇല്ലേ? നിങ്ങൾക്കൊരു പുരോഗതി ലഭിച്ചില്ലേ? നിങ്ങൾക്ക് പണ്ടേക്കാൾ കുറെ കൂടി നല്ല കാലം ലഭിച്ചില്ലേ? ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാക്കിക്കൊള്ളൂ, ക്രിസ്തുവിനെ നോക്കി ജീവിച്ചവര്, ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിച്ചവര് ഒരു കാരണവശാലും തോറ്റുപോയിട്ടില്ല. ഉറപ്പാണ്. നിങ്ങൾക്ക് തോൽവി സംഭവിച്ചെങ്കിൽ, നിങ്ങൾക്ക് അഭിവൃദ്ധി കിട്ടാതെ പോയെങ്കിൽ എവിടെയെങ്കിലും പാപമുണ്ട്. എവിടെയെങ്കിലും പ്രാർത്ഥിക്കണം. എവിടെയെങ്കിലും. എവിടെയാണ് പാപം? എവിടെയാണ് ശാപം നിൽക്കുന്നത്? ശാപം, പൂർവികമായി ശാപം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ തിരക്തം വന്ന് നിങ്ങളെ കഴുകിക്കഴിഞ്ഞാൽ ഈ ശാപങ്ങളൊന്നും നിങ്ങളുടെ മേൽ വരികയില്ല. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ഒരാള് ക്രിസ്തുവിന്റെ ജീവിതം സമർപ്പിച്ച് നിങ്ങളുടെ ആയുസ് ക്രിസ്തുവിനെ പരിഗണിപ്പിച്ചാൽ ഏതെല്ലാം ശാപങ്ങളുണ്ടെങ്കിലും എല്ലാം ദഹിച്ചു പോകും. എന്തെല്ലാം ബന്ധനമുണ്ടെങ്കിലും എല്ലാം കത്തിപ്പോകും. നിങ്ങൾ ഒരാള്, വീട്ടിലുള്ള എല്ലാവരും അല്ല, ഒറ്റയ്ക്ക് ഒരാള് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് മുഴുവനായി ക്രിസ്തുവിന് ഇട്ടുകൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ സകല ശാപങ്ങളും മാറിപ്പോകും, സകല പാവങ്ങളും മാറിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം അധപ്പതനും മാറും. നിങ്ങൾക്ക് അഭിവൃദ്ധി ലഭിക്കും. നിങ്ങൾക്ക് എല്ലാ രംഗത്തും അഭ്യുന്നതി ലഭിക്കും. നിങ്ങൾക്ക് ഉത്കർഷാത്മകമായ നവജീവിതം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ബന്ധനങ്ങളുണ്ട്, പല ഭവനങ്ങളിലെ ബന്ധനങ്ങളുണ്ട്, പല ഭവനങ്ങളിലെ ശാപങ്ങളുണ്ട്, ആഭിചാര ദോഷങ്ങൾ, മന്ത്രവാദ ദോഷങ്ങൾ, ഗ്രഹനിലയുടെ ദോഷങ്ങൾ, ജാതക ദോഷങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല, ഉണ്ട്, ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഏത് ജാതക ദോഷവും മാറ്റിമറിക്കാൻ എൻ്റെ യേശുക്രിസ്തു ശക്തനാണ്. നിങ്ങൾ വിശ്വസിക്കൂ. ഏത് ജാതക ദോഷവും. നിങ്ങൾ വീട് വയ്ക്കാൻ നേരത്ത് നിങ്ങൾ വീടിന് സ്ഥാനം കാണാൻ ഉള്ള ആളുകളെ കൊണ്ടുവരുന്നു. ഒരു പരിപാടിയും വേണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുത്ത്, കർത്താവേ, എവിടെയാണ് ഞാൻ വീട് വയ്ക്കേണ്ടത്? എവിടെയാണ് നീ കിണർ താഴ്ത്തേണ്ടത്? നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. നിങ്ങൾ, കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ നിന്നെ പരിമേൽപ്പിച്ചതല്ലേ, ഞാൻ എവിടെയാണ് വീട് വയ്ക്കേണ്ടത്? എവിടെയാണ് ഞാൻ കിണർ കുഴിക്കേണ്ടത്? അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ചെയ്യൂ. കാണാം അത്ഭുതങ്ങൾ നടക്കുന്നത്. അവിടെയുള്ള പറമ്പിലുള്ള ശാപങ്ങളെല്ലാം മാറിപ്പോകും. അതിന് സ്ഥാനം കാണാനൊന്നും മന്ത്രവാദിയെ കൊണ്ടുവരണ്ട. സ്ഥാനം കാണാനുള്ള ആവിചാരകൻ, ശുദ്രക്കാരനെ കൊണ്ടുവരണ്ട. ക്ഷുദ്രക്കാരൻ വേണ്ട. എന്തുകൊണ്ട്? യേശു ക്രിസ്തുവാണ് നിങ്ങൾ നയിക്കുന്നത്, നിങ്ങൾ നടത്തുന്നത്. സർവ്വത്തിന്റെ അധിപതിയായ ക്രിസ്തു, നിത്യനായ രക്ഷകൻ, സർവ്വലോകത്തിന്റെ അധിപതിയായ ക്രിസ്തു. ആ ഒരു ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. എപ്പോഴും സന്തോഷിപ്പീൻ. വിവാഹം നടത്തണം, ആലോചിക്കുകയാണ്. നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിവാഹകാരി ഏൽപ്പിക്കണം. കർത്താവേ, നിന്റെ സമയത്ത് എൻ്റെ വിവാഹം നടക്കണം. കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുകയാണ്. ഒരു പിഞ്ചു കുഞ്ഞു വേണം.
കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ആശ ഞാൻ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് തോന്നുന്നത് പോലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ നിങ്ങൾ അത്ഭുതകരമായ വിജയങ്ങൾ ലഭിക്കും. അത്ഭുതകരമായ ദൈവം നിങ്ങളോട് ഇടപെടും. പരീക്ഷ പാസ്സാകണം, പരീക്ഷയിൽ നന്നായിട്ട് എഴുതാൻ സാധിക്കണം, നല്ല മാർക്സ് ലഭിക്കണം. അത് ക്രിസ്തുവിനെ നിങ്ങൾ ഏൽപ്പിക്കൂ, യേശുവിനെ ഏൽപ്പിക്കൂ. കമ്മിറ്റ് ദൈ വേ അണ്ടു ഗോഡ്, ഹി വിൽ സസ്റ്റെയിൻ ദി. കമ്മിറ്റ് ദൈ വേ, നിന്റെ വഴി യഹോവയെ വരെ ഏൽപ്പിക്കൂ. കമ്മിറ്റ് ദൈ വേ അണ്ടു ഗോഡ്, ഹി വിൽ സസ്റ്റെയിൻ ദി. സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഒറ്റയ്ക്കൊരാൾ നിങ്ങളുടെ വീട്ടിൽ പ്രകാശഗോപുരമായി നിൽക്കുക. ഒറ്റയ്ക്കൊരാൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രകാശത്തിൻ്റെ കലവറയായി നിൽക്കുക. ഒറ്റയ്ക്കൊരാൾ നിങ്ങളുടെ വീട്ടിൽ പ്രകാശം വിതറുന്ന വ്യക്തിയായി നിൽക്കുക. പരിഭവമില്ലാതെ, പരാതിയില്ലാതെ, കഷ്ടങ്ങളിൽ വേദനയില്ലാതെ, ദുരിതങ്ങളിൽ ആകുലമില്ലാതെ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഒട്ടും നെടുവേർപ്പെടാതെ, അപ്പോഴെല്ലാം നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പാൻ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തുറന്ന് വിട്ടുകൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. എപ്പോഴും സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം, എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കണം. അങ്ങനെ എപ്പോഴും സന്തോഷിക്കാൻ സാധിച്ചാൽ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. എപ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണമെന്നല്ല ഈ പറഞ്ഞത്. അല്ല, എപ്പോഴും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്വർഗസ്ഥനായ പിതാവേ ഇത് ചൊല്ലണമെന്നല്ല. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എപ്പോഴും ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ, അല്ല നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴോ, അല്ല മറ്റേതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ, എപ്പോഴും ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കും. അകത്തൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഉള്ളിലൂടെ ഇങ്ങനെ ലയിച്ചു നിൽക്കണം. എപ്പോഴും ദൈവം എന്നെ കാണുന്നു, ദൈവം എൻ്റെ ചിന്തകൾ കാണുന്നു, ദൈവം എൻ്റെ നിരൂപണം ഗ്രഹിക്കുന്നു, ദൂരത്തുനിന്ന് ഇതിൻ്റെ നിരൂപണം ഗ്രഹിക്കുന്നു. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല, ദൈവത്തെ ഒളിച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ല, ചിന്തിക്കാൻ പോലും സാധ്യമല്ല. നിരൂപണം പോലും അവിടെ ഉറക്കെ കേൾക്കുന്നു സ്വർഗത്തിൽ. നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നതാണ് വചനം പറയുന്നത്. 139 സംഘത്തിൽ 1-ാം വാക്യം. ദൂരത്തുനിന്ന് ഗ്രഹിക്കുകയാണ്. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ചിന്തകൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. എന്റെ കർത്താവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് പോലും എന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. നീയെ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല കർത്താവേ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഇത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ എന്റെ ഓരോ ചിന്തയും നീ അറിയുന്നു പറയുന്നത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകാനാണ്? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ, ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ, അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെ എന്നെ മൂടിക്കളയട്ടെ. ഇരുട്ടെ എന്നെ മൂടിക്കളയട്ടെ. വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഈ വാക്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പലരും കാണാതെ പഠിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നത് നല്ലതാണ്, തീർച്ചയായിട്ടും ആവശ്യമാണ്. എന്നാൽ ഓരോ നിമിഷവും ഇതെല്ലാം ഓർക്കണം. ഓരോ ജോലി ചെയ്യുമ്പോഴും ഇതെല്ലാം ഓർക്കണം. എൻ്റെ നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിൽ വന്ന പരിഭവം ദൂരത്തുനിന്ന് കാണുന്നു. എൻ്റെ ഉള്ളിൽ വന്ന നീരസം ദൂരത്തുനിന്ന് കാണുന്നു. എൻ്റെ വ്യാജഭാവം ദൂരത്തുനിന്ന് കാണുന്നു. ഇതെല്ലാം എല്ലാം എല്ലാം ഓർത്തുകൊള്ളണം. അങ്ങനെ യേശുക്രിസ്തു എന്നെ കാണുന്നുള്ളതായ ചിന്ത അത് വെച്ചുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിപ്പീൻ, എപ്പോഴും പ്രാർത്ഥിപ്പീൻ.
ഏത് കാര്യത്തിനും പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. എപ്പോഴും പ്രാർത്ഥിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയിലുള്ളവരെല്ലാവരും ക്രിസ്തുവിനെ അറിയുന്നവരും ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നവരുമാണ്, സംശയമില്ല. നിങ്ങളെല്ലാവരും പ്രാർത്ഥനാ ജീവിതമുള്ളവരാണ്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഈ ചിന്തയില്ലാതെ അലക്ഷ്യമായി ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അധ്യായം തുടങ്ങട്ടെ, ഒരു പുതിയ ജീവിതമാർഗം തുറക്കട്ടെ. ഇപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരുക. ഇപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്കതിന് ലഭിക്കട്ടെ. അതിനുള്ളതായ ആത്മീയ പരിജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അവിടുത്തെ ഈ മക്കളെ അവിടുത്തെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തഴുകണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, ആവശ്യഭാരങ്ങൾ ഏറ്റെടുക്കണമേ. കർത്താവിൻ്റെ കരങ്ങളെല്ലാം ഭദ്രമാണെന്നുള്ള ഉറപ്പും പ്രത്യാശയും നൽകണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിൽ പറന്നുവരെ എല്ലാവരെയും യോഗ്യരാക്കണമേ. എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.